ശബരിമല മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് ഒക്ടോബർ 18-ന്. നറുക്കെടുപ്പ് സമയത്ത് സോപാനത്ത് 4 പേർ മാത്രമെന്ന ഹൈക്കോടതിയുടെ മാർഗരേഖ. ശബരിമലയിൽ 14, മാളികപ്പുറത്ത് 13 പേരുമാണ് ചുരുക്കപ്പട്ടികയിലുള്ളത്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബിനിൽ പറയൂ. ആര്യ, ശബരിമല മാളികപ്പുറം മേൽശാന്തി ഇന്റർവ്യൂ അടക്കമുള്ള കാര്യങ്ങളിൽ പലപ്പോഴും നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി ഇത്തവണ ഒരു നിരീക്ഷകനെ ചുമതലപ്പെടുത്തിയിരുന്നു. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായരായിരുന്നു നിരീക്ഷകൻ. ദേവസ്വം ആസ്ഥാനത്ത് നടന്ന ഇന്റർവ്യൂ സംബന്ധിച്ച് പരാതികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നിരീക്ഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 18-ന് ഈ നറുക്കെടുപ്പ് നടത്താനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ശബരിമലയിലേക്ക് 14 പേരും മാളികപ്പുറത്തേക്ക് 13 പേരുമാണ് ചുരുക്കപ്പട്ടികയിലുള്ളത്. ഇതിനൊരു മാർഗരേഖ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് സോപാനത്ത് 4 പേർക്ക് മാത്രമേ ഈ നറുക്കെടുപ്പ് സമയത്ത് നിൽക്കാൻ കഴിയുള്ളൂ. ഒന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർക്ക് പകരം അവിടെ എത്താം. അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ, മറ്റൊരാൾ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന നിരീക്ഷകനായിട്ടുള്ള ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായർ. ഈ 4 പേരായിരിക്കും ഈ 18-ാം തീയതി നറുക്കെടുപ്പ് സമയത്ത് സോപാനത്തുണ്ടാകുക. അതല്ലാതെ അവിടെ തിക്കി തിരക്കി മറ്റൊരുപാട് പേർക്ക് അവിടെ ഇടിച്ചു കയറി നിൽക്കാൻ കഴിയില്ല. നേരത്തെ നമ്മൾ പല ഘട്ടങ്ങളിലും ആ വിഷ്വലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ നറുക്കെടുപ്പ് സമയത്ത് അവിടെ വലിയ ബഹളമൊക്കെ തന്നെ നടക്കുന്നത്, ഈ സോപാനത്തേക്ക് ആളുകൾ ഇടിച്ചു കയറിയൊക്കെ വരുന്നത്. പല ദേവസ്വം ഉദ്യോഗസ്ഥർ, മറ്റു ചില VIPകൾ ഇവരെല്ലാം തിക്കിത്തിരക്കി അതിനിടയിൽ ഒക്കെ കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തവണ അത് 4 പേർ മാത്രമായി ചുരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സമാധാനപരമായി ഈ കാര്യങ്ങൾ അവിടെ നടന്നു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി.